എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യലായിട്ട് 2.5 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അളവിലുള്ള ഒരു ഉടുപ്പാണ് തയ്ക്കുന്നത്. അറ്റാച്ചബിൾ ആയിട്ടുള്ള ജാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിടാം, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രോക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ഫാബ്രിക് എടുത്തിട്ടുള്ളത് 36 ഇഞ്ച് വിടുത്തുള്ള 1 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ജാക്കറ്റിന് വേണ്ടിയിട്ട് ജാക്കറ്റിനും അതുപോലെ തന്നെ പഫ് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കളർ എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ല മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 മീറ്ററിൽ കുറച്ചിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വേണ്ടി കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം യോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. തുണി ഞാനിവിടെ 4 ആക്കി മടക്കിയിടുന്നുണ്ട്. കുട്ടീൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചാൽ അതേ പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ഉണ്ടാവണം. അതാണ് നമ്മൾ മടക്കി ഇടുമ്പോൾ ഉണ്ടാവേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 4.25 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ ബാക്കിലെ ആം ഹോളാണ് ഇപ്പോൾ കുഴിച്ച് വരയ്ക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ബാക്കിലെ ആം ഹോൾ കുഴിച്ച് വരച്ചു. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം എങ്ങനെയാണ് ചെസ്റ്റ് അളവ് എടുക്കുക എന്ന് വെച്ചാൽ, കുട്ടീൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് പിടിക്കുക. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ അളവാണ് 5 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്ക് 1.5 to 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് താഴെ ഷേപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഷേപ്പ് 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും നമ്മളൊന്ന് ചേർത്ത് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്തായിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. ബാക്കിലെ നെക്കിന് 2 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് ബാക്കിലെ നെക്കും ഇതേപോലെ നമ്മൾ റൗണ്ടാക്കി വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേ നെക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബാക്കിൽ മൊത്തമായിട്ട് ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. ഓപ്പണിംഗ് കൊടുക്കണമെങ്കിൽ ഓപ്പണിംഗ് കൊടുക്കാം, സിബ് കൊടുക്കണമെങ്കിൽ സിബ് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുന്നത് കാരണം ബാക്കിലെ നെക്ക് 2 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലെ നെക്കിന് 2.5 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഷോൾഡറും കൂടി ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലെ നെക്ക് ബാക്കിലെ ആം ഹോൾ പ്രകാരം നമ്മൾ കട്ട് ചെയ്യാം. അതിനുശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ നെക്കും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് യോക്കിന് എടുത്തിട്ടുണ്ട്. ബാക്കി 13 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിന് എടുക്കുന്നത്. 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമുക്ക് മടക്കി തയ്ക്കണം, മുകളിലും അതേപോലെ തന്നെ തയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എടുത്തിട്ട് 14.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്കിൻ്റെ പാർട്ട് എടുക്കുക. അതിൻ്റെ താഴത്തെ ഭാഗം സീം അലവൻസ് അടക്കം നമ്മൾ അളക്കുമ്പോൾ 12 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 12 × 3 ചെയ്യാം. അതിപ്പോൾ ഇവിടെ 12 ഇഞ്ച് കിട്ടിയതുകൊണ്ട് അതേ × 3 ചെയ്യുമ്പോൾ നമുക്ക് 36 ഇഞ്ചാണ് കിട്ടുന്നത്. നിങ്ങളുടെ താഴത്തുള്ള അളവ്, അതായത് നിങ്ങൾ ഏത് കുട്ടിക്കാണ് ചെയ്യണത്, എത്ര വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യണത് വെച്ചാൽ ആ കുട്ടീൻ്റെ താഴത്ത് എത്രയാണോ ആ അളവ് വരേണ്ടതെന്ന് വെച്ചാൽ അതേ × 3 മടങ്ങ് എടുക്കുക കേട്ടോ. 3 മടങ്ങ് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ചീത്ത വശത്താണ് കേട്ടോ, നല്ല വശത്തല്ല. ചീത്ത വശത്ത് നമ്മൾ ആദ്യം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പ്ലീറ്റിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര വീതിയുള്ള പ്ലീറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 3 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്ലീറ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് പിൻ കുത്തി കൊടുക്കുക. പിന്നെ 3-ാമത്തെ പോയിന്റ് നമ്മൾ 4-ാമത്തെ പോയിന്റിലേക്കല്ല കൊടുക്കുന്നത്, 2-ാമത്തെ പോയിന്റിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ, അതായത് 2 ഡയറക്ഷനിലും നമ്മൾ ഒരേ സമയം കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ് പോവുക. ഇവിടെ നമ്മൾ 2 ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്യാം. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 18 ഇഞ്ച് വിടുത്തുള്ള 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് എടുക്കാനുള്ള കാരണം 2 ഇഞ്ചാണ് നമുക്ക് കുട്ടിക്ക് സ്ലീവ് വേണ്ടത്. താഴെ നമുക്ക് മടക്കി തയ്ക്കണം, അതേപോലെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും എക്സ്ട്രാ എടുത്തിട്ടാണ് 3.5 ഇഞ്ച് വരുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് ഇതേപോലെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് വെച്ചാൽ നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൽ ഇതേപോലെ എങ്ങനെയാണോ നെക്കിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യാം. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ചിൽ ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കാരണം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലോത്താണ്, അതായത് നമ്മുടെ നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനിങ് ഇതേപോലെ ഒന്ന് മറിക്കുക. ആ 4 ഇഞ്ചിൽ വരുന്ന ക്ലോത്ത് ഈ ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പതിച്ചിട്ട് ഇതേപോലെ എന്താ പറയുക, ഇങ്ങനെ രണ്ട് തുണി ഉണ്ടാവുമല്ലോ, അതായത് ഫ്രണ്ടിലെ പീസ് ലൈനിങ്ങും അതിങ്ങനെ വിടർത്തിയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലൈനിങ്ങിലായിരിക്കണം സ്റ്റിച്ച് വരേണ്ടത്, ഫ്രണ്ടിലെ പീസിലല്ല. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലൈനിങ് അടിയിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലെ പീസും കൂടി ചെയ്തെടുക്കുക. ബാക്കിലെ നെക്ക് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് ഞാൻ കറക്റ്റ് 2 ആക്കി വെച്ചതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സിബ്ബ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിബ്ബ് കൊടുക്കാം. ഇനി സിബ്ബ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്കിൽ എങ്ങനെയാണ് സിബ്ബ് കൊടുക്കണേ എന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം. എന്തെങ്കിലും ഒരു ഓപ്പണിങ് കൊടുക്കണം, എന്നാലേ കുട്ടിക്ക് തലവഴി അത് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും, അപ്പോൾ കുട്ടിക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഓപ്പണിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്തേക്ക് 2 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആയി കൊടുക്കുന്ന ഭാഗത്തേക്ക് 3 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ക്ലോത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് 4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്, അതായത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് തുണി ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വേണം അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ചെയ്യേണ്ട, മുകൾ വശം മാത്രം ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഹൂക്ക് കൊടുക്കുന്ന ഭാഗം പുറത്തേക്ക് കാണാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ 3 ഇഞ്ച് വിടുത്തുള്ള പീസ് സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വയ്ക്കുക, 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് കാണുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ചെയ്തത്, ഇവിടെ നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 ഇഞ്ച് വിടുത്തെടുക്കാനുള്ള കാരണവും മറ്റേ സൈഡിൽ നമ്മൾ 2 ഇഞ്ച് വിടുത്തെടുക്കാനുള്ള കാരണം കേട്ടോ. ഇനി ബാക്കിലെ പീസ് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിക്ക് വെക്കുക. അതായത് ഹൂക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴ്വശം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ആ സെൻറ്റർ പോർഷൻ മാത്രം. അതായത് ഇത് 2 പീസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലൊരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ പിന്ന് കുത്തി വെച്ചിട്ടുള്ള നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുക. അതായത് പിന്ന് ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലീറ്റ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്കേർട്ടിൻ്റെ പോർഷൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഫ്രണ്ടിലും സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കിലും സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴ്വശവും കൂടി ഒന്ന് മടക്കി തയ്ക്കണം. 2 ഇഞ്ച്, അതായത് ചെറുതായിട്ട് വളരെ കനം കുറച്ചിട്ട് താഴ്വശവും നമ്മളൊന്ന് മടക്കി തയ്ക്കുക. ആദ്യൊരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് താഴ്വശവും കൂടി ഒന്ന് തയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസിലും ബാക്കിലെ പീസിലും ചെയ്യുക. കാരണം ഇവിടെ നമുക്കിനി എങ്ങനെയാണ് പ്ലീറ്റ് ഇട്ടുണ്ടതെന്ന് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ പിൻ കുത്തി കൊടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് ജാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അതിനെ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പീസായിട്ടാണ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ നമ്മൾ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പാർട്ട് ഇതേപോലെ 2 ആക്കി മടക്കിയതിന് ശേഷം കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ സൈഡിലും കുറച്ച് അധികം ക്ലോത്ത് ഉള്ള രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. നമ്മുടെ ആം ഹോൾ വരയ്ക്കണം, അതുപോലെ ഷോൾഡർ വരയ്ക്കണം, നെക്കിൻ്റെ ഭാഗം വരയ്ക്കണം, അതുപോലെ തന്നെ സൈഡ് വശങ്ങളൊക്കെ നമ്മൾ വരയ്ക്കണം. കറക്റ്റ് ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുക. കറക്റ്റ് അളവിൽ വേണം കേട്ടോ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് മുകളിൽ വെച്ച പീസ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നെക്ക് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ എന്ന് പറയുന്ന ആ ഷേപ്പിൻ്റെ ഭാഗത്താണ് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, ഈ 2 പോയിൻറ്റും കൂടി ഇതേപോലെ ഒന്ന് വരയ്ക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത്, അതായത് നിങ്ങൾക്ക് ജാക്കറ്റിന് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്കിതൊരു റെഫറൻസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫോട്ടോയിൽ
ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് വൈഡായിട്ട് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്ലോത്ത്, അതായത് യോക്ക് പാർട്ട് നമ്മൾ ഓൾറെഡി നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പി ഷേപ്പ്, ആ ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, 1/4 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ മാർക്ക് ചെയ്യുക. സെയിം ഷേപ്പ് തന്നെ 1/4 ഇഞ്ചിൽ എക്സ്ട്രാ മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ബാക്കി ഭാഗങ്ങളിലൊന്നും മാർക്ക് ചെയ്യേണ്ട, ഈ 3 പോർഷനിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 പീസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി വേണം. 1 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ആദ്യം ഒരു മടക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു മടക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ ഒരു മടക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഇതേപോലെ മടക്കിയിട്ട് എത്രത്തോളം തിന്നാക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ടാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോറി പോലെ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ട് ഇതേപോലെ എടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലൊരു ഹൂക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക. എന്നിട്ട് നമ്മൾ ആ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. എന്നിട്ട് ആ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് സൂചി അവിടെ ഇറക്കി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു 2.5 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഈ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് വീതിയാണ് കേട്ടുള്ളത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഇതേപോലെ ഒരു ഹൂക്ക് പോലെ ആക്കി കൊടുക്കുക. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് ലൈനിങ്ങിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 3-4 പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. ഒറ്റ സ്റ്റിച്ചൊക്കെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് വിട്ടു പോകും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി ഭാഗം കൂടി നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ സൈഡും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കി ഭാഗങ്ങൾ മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക, എന്നിട്ട് ഒന്ന് പതിച്ചും കൂടി അടിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തും ചെയ്യണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഈ ഹൂക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുക. ടോക്ക് പീസ് എടുക്കുക, അതിനെ കറക്റ്റ് 2ആക്കി മടക്കിയിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നെക്കിൻ്റെ അതേ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 പീസ് ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ 2 പീസ് ഇതേപോലെ വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് വേണം ഈ ഹൂക്ക് വരുന്ന ഭാഗം, അതായത് ഈ ഒരു ഹൂക്ക് നമ്മൾ ഈ ഒരു കുടുക്ക് കവർ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് മാത്രം വരുന്ന ഭാഗത്ത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. സെൻറ്റർ പോർഷൻ മാത്രം ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് വെക്കുക. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സൈഡിലും പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തതാണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ജാക്കറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. പക്ഷെ നമുക്കിത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. കാരണം അതങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആ പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ പതിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നെക്കിൻ്റെ ഭാഗവും അതുപോലെ സെൻറ്ററും മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. സൈഡിലെ പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിന് നല്ല വശം വെക്കുക, ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവ് എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഇതേപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4ആക്കി മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇതേപോലൊരു ഷേപ്പ് റാൻഡമായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അളവുകളൊന്നുമില്ല, ജസ്റ്റ് റാൻഡമായിട്ട് ഈ ഇതേപോലൊരു ഷേപ്പ് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് മടക്കി തയ്ക്കുന്നുണ്ട്. അതായത് സൈഡ് വശം നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രില്ലിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രില്ലിട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ ഓരോരോ പ്രില്ലിട്ട് കൊടുത്തതിൻ്റെ ശേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ പ്രില്ലല്ല ഇട്ട് കൊടുക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണ്. അതായത് ഗാദേഴ്സ് പോലെ ആക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് പ്രില്ലിട്ട് കൊടുക്കണമെങ്കിൽ പ്രില്ലിട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയെന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വലിച്ചിട്ട് ഗാദേഴ്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നില്ല. 2 വശത്തുനിന്ന് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ എത്രയാണ് സീം അലവൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ സീം അലവൻസ് കുറച്ചിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതുകൊണ്ട് ഒട്ടാകെ 3 ഇഞ്ച് 2 ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ലീവ് ഇതിലേക്ക് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 2 സൈഡിലും മാർക്ക് ചെയ്ത അളവ് പ്രകാരം ഏകദേശം സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് പിൻകുത്തി കൊടുത്തതിന് ശേഷം ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ 1 ഇഞ്ചിൽ എക്സ്ട്രാ, അതായത് നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് സ്ലീവിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ 1 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് 2 മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് മറച്ചെടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു മൈന്യൂട്ടായിട്ട് അവിടെ പൈപ്പിംഗ് കാണുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ 4 സൈഡിലും ചെയ്തെടുക്കുക, കാരണം 4 സൈഡിലും ഇതേപോലെ സ്ലീവ് ഫിനിഷ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ 4 സൈഡിലും നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിലുള്ള അളവ് പ്രകാരം 2 ഭാഗവും സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. കാരണം കുട്ടീൻ്റെ എത്രയാണോ കുട്ടീൻ്റെ സൈഡിലുള്ള അളവ് എന്ന് വെച്ചാൽ ആ അളവ് പ്രകാരം 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. താഴ്വശം ഇനി മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി താഴ്വശം നമ്മൾ മടക്കി തയ്ച്ചതാണ്. പിന്നെ ഹൂക്ക് കൂടി കൊടുക്കുക കേട്ടോ. സിബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഹൂക്ക് കൊടുക്കുന്ന ആൾക്കാർ ഈ ഒരു സമയത്ത് ഹൂക്കും കൂടി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.